സത്യമേവ ജയതേ ട്രൂത്ത് പ്രൊവൈൽസ് എന്ന ബാനറൊക്കെ ഉയർത്തിയ നാഷണൽ ഹെറാൾഡ് കേസിലെ അവരുടെ പ്രതിരോധം ആ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറയുന്ന കാര്യം. അതിൻ്റെ ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ PMLA ഒന്നും അതിനകത്ത് നിൽക്കില്ല എന്നാണ് കോടതി തന്നെ പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കേസ് കോടതി ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖത്തേറ്റ പ്രഹരം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മോദിയും അമിത്ഷായും രാജിവെക്കണമെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ മോശക്കാരായി ചിത്രീകരിക്കുന്നുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയാണ്. 1938 में फ्रीडम फाइटर्स ने एक पेपर को एस्टैब्लिश किया कि आज़ादी दिलाने के लिए, लेकिन ये लोग आज मनी लैंडिंग, CBI ऐसे एजेंसीज को उपयोग करके हमारे कांग्रेस नेताओं को बदनाम कर रहे हैं. खासकर गांधी फैमिली को उन्होंने सताने के लिए ही ये केस डाला है. मैं ये कहना चाहता हूँ, मोदी जी और शाह റിസിഗ്നേഷൻ देना चाहिए. പ്രതികാര രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, മോശമാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നിയമവിരുദ്ധമായിട്ട് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കേസ്. അപമാനിക്കുകയായിരുന്നില്ലേ, ഇൻ്ററോഗേറ്റ് ചെയ്ത് വിളിച്ചു വരുത്തി 4 ദിവസം. ആ കേസാണ് വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റുന്ന കേസല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് സത്യത്തിൽ EDയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അവരുടെ ഈ നടപടികൾക്കെതിരെ കനത്ത പ്രഹരമാണെന്നുള്ള കാര്യത്തിൽ സംശയം. കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ED നൽകിയ പരാതിയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളിയത്. അതിലാണ് പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.